നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രോഗികളിൽ പലതരത്തിലുള്ള സംശയങ്ങളെ കുറിച്ചാണ്. അതായത് ഹെർണിയ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ റിക്കവറി, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് പൊതുവേ വരുന്ന സംശയങ്ങളെ നമ്മൾ ഇന്ന് ഈ ഡിസ്കഷനിലൂടെ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ഇത് സർജറി കഴിഞ്ഞ് എത്ര നാൾ ബെഡ് റെസ്റ്റ് വേണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ചോദ്യം. നമുക്ക് സർജറി കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് എന്നുള്ള ഒരു ആശയം ഇപ്പോൾ ഇല്ല. കാരണം അവർ ഏർലി മൊബിലൈസ് ചെയ്ത്, അതായത് ഏർലി തന്നെ അതിവേഗം തന്നെ സർജറിയുടെ ആ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കുകയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. പഴയ കാലത്ത് ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ 10 ദിവസം ബെഡ് റെസ്റ്റ്, 15 ദിവസം ബെഡ് റെസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. ഇതിലൂടെ നമ്മൾ പെട്ടെന്ന് റിക്കവറി ടൈം കുറയ്ക്കുകയും നമ്മൾ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നത്. അതായത് ആഹാരം കഴിച്ച് തുടങ്ങുകയും അല്ലെങ്കിൽ ചെറുതായിട്ട് നടന്ന് തുടങ്ങുകയും ചെയ്യുമ്പോഴത്തേക്ക് കാലിലെ രക്തധമനികളിലെ രക്തയടപ്പ് ഉണ്ടാവാതിരിക്കാനും ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുമുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ ഏർലി മൊബിലൈസേഷനിലൂടെ നമ്മളത് മാറ്റി തീർക്കുകയാണ്. പിന്നെ ഈ ഹെർണിയ എന്ന് പറയുന്ന അസുഖം ചെറുപ്പം തൊട്ട്, അതായത് കുഞ്ഞു പിള്ളേരിൽ തൊട്ട് വയസ്സായ ആളുകളിൽ വരെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. അതായത് ഹെർണിയ എന്ന് പറയുന്ന കുടലിറക്കം. ഇത് മെയിൻലി യങ് ഇൻഡിവിജ്വൽസ്, അതായത് ഒരു 20 തൊട്ട് 40 വയസ്സുള്ള ആളുകളിലും കണ്ടുവരുന്നവരുണ്ട്. ആ പ്രായത്തിലുള്ള ആളുകളെല്ലാം മാക്സിമം ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ജിം ട്രെയിനിങ്ങും അത് അല്ലാതെ എക്സസൈസുകളും എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ ജിം ട്രെയിനിങ് എല്ലാം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹെർണിയ കണ്ടുപിടിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഹെർണിയയുടെ ഒരു അവസ്ഥ വരികയും അത് വന്നതിന് ശേഷം ഒരുപാട് മോട്ടിവേറ്റായി ഇനി ജിമ്മിൽ പോകാൻ പറ്റുമോ, വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ സംശയങ്ങളും ഈ പ്രായത്തിലുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡേ 3, അതായത് ഇപ്പം ലാപ്രോസ്കോപ്പ് വഴിയും ചെയ്യാം, ഓപ്പൺ സർജറി വഴിയും ചെയ്യാം. നമ്മൾ ഡേ 3, അതായത് സർജറി കഴിഞ്ഞ് 3ാമത്തെ ദിവസം തൊട്ട് നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതായത് എഴുന്നേറ്റ് നടക്കുക, സ്വന്തമായി ബാത്റൂമിൽ പോവുക, വീടിന് അകത്ത് ഉള്ളിൽ കുറച്ച് നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഡേ 6 അല്ലെങ്കിൽ 7 ചെറുതായിട്ട് ചെറിയ ദൂരം നടക്കാനും വീട്ടിൻ്റെ വെളിയിൽ കുറച്ച് നടക്കാനും എല്ലാം പറ്റും. ഒരു ഡേ 14 എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട്, അതായത് വീട്ടിനടുത്തുള്ള ചെറിയ ഡിസ്റ്റൻസൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാനുമുള്ള കാര്യങ്ങളുണ്ട്. 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ജോഗിങ് അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എക്സസൈസുകൾ ചെയ്ത് തുടങ്ങാം. ഇതിനകത്ത് എക്സസൈസ് എന്ന് പറയുന്ന വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ നമ്മൾ ഈ കാലയളവിൽ ചെയ്യരുത്. അത് റെക്കറൻസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 3 months to 6 months, അതാണ് നല്ല ഒരു റിക്കവറി, പ്രോപ്പറായിട്ടുള്ള ഒരു റിക്കവറി ടൈം. ആ ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് പതിയെ സ്റ്റാർട്ട് ചെയ്യാനും അവിടുത്തെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ആളുകൾ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടാണ്. തീർച്ചയായും ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർജറി കഴിഞ്ഞ ആദ്യത്തെ ഒരു 2-3 ദിവസം വേദന ഉണ്ടാവും. അപ്പോൾ ആ വേദന കാരണം സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കാനും എഴുന്നേൽക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ആ ഒരു കാലയളവിൽ നമ്മൾ ഒഴിവാക്കുക, അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അത് കഴിഞ്ഞ്, അതായത് ആ വേദനയെല്ലാം കുറഞ്ഞ് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പിന്നെ ഡയറ്റ്, അടുത്ത സംശയമാണ് ഡയറ്റ്. നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്
ആളുകളുടെ ചോദ്യം. ഇതിനകത്തൊരു ഡയറ്ററി റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കണമെന്നാണ് റെക്കമെൻഡേഷൻ. പ്രോട്ടീൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മസിലുകൾ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും നമ്മുടെ ശസ്ത്രക്രിയ ആ മുറിവിൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് ഒഴിവാകുകയും ചെയ്യും. ഫൈബർ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ പാടില്ല, അതായത് മലബന്ധം വരാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ മോഷൻ പോകാനായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഉണ്ടാകുന്ന ടിഷ്യൂസിനെ അത് ബാധിക്കുകയും റെക്കറൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വരികയും ചെയ്യും. ഇനി അടുത്ത ഒരു കോമൺ ഡൗട്ടാണ് എങ്ങനെ നമുക്ക് ഈ റെക്കറൻസ് ഒഴിവാക്കാമെന്നുള്ളത്. അതായത് ആദ്യമായിട്ട് സർജറി ചെയ്യാൻ വരുന്ന ഒരു ഹെർണിയ പേഷ്യൻറ്റിന് പോലും ആദ്യത്തെ ഡൗട്ട് ഇതെങ്ങനെ തിരിച്ചു വരാതിരിക്കാം എന്നുള്ളതാണ്. അതായത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം മുതലേ ഈ ബുദ്ധിമുട്ടുകളെല്ലാം, അതായത് ഈ സർജറി റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് ആദ്യം ചോദിക്കുന്ന ഡൗട്ടാണ് എങ്ങനെ റെക്കറൻസ് ഒഴിവാക്കാം എന്നുള്ളത്. അതിൽ ഒരു 5 പോയിൻറ്റ്സ്: ഡയറ്റ്, റെസ്റ്റ്, പിന്നെ മലബന്ധം ഉണ്ടാവാതിരിക്കുക, ആദ്യത്തെ ഒരു 6 വീക്സ് നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാം, സ്റ്റേണിയസ് ആയിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കുക, അവോയ്ഡ് ആൽക്കഹോൾ, സ്മോക്കിംഗ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞ് സ്മോക്ക് ചെയ്യാനേ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസിൽ സ്ട്രെങ്ത്ത് റീഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ആ കൊളാജൻ ടിഷ്യൂസിൽ അത് ഒരുപാട് ബാധിക്കുകയും റെക്കറൻസിൻ്റെ ചാൻസസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ആൽക്കഹോളും അതേ കണക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ പറയുന്ന ആ ഒരു ഡയറ്ററി മോഡിഫിക്കേഷൻസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗികമായിട്ട് ഈ റെക്കറൻസ് ഒഴിവാക്കാവുന്നതും ആണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് OP-യിലായിട്ട് ബന്ധപ്പെടാം. നമസ്കാരം.